രാത്രിയാകുമ്പോഴെല്ലാം ഒരു പ്രത്യേകതയുണ്ട് ചിലർക്ക്, അല്ലേ? പകൽ മുഴുവൻ നമ്മൾ പല വേഷങ്ങൾ ധരിച്ചിരിക്കും. ജോലി, കുടുംബം, ഉത്തരവാദിത്വങ്ങൾ, ചിരി, കോപം എല്ലാം ചേർന്ന ഒരു മുഖം. പക്ഷേ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ വേഷങ്ങൾ ഒക്കെ പതിയെ ഊരപ്പെടും, അല്ലേ? അവിടെ നമ്മളും നമ്മുടെ മനസ്സും മാത്രം. അപ്പോഴാണ് പകൽ അടക്കി വെച്ച ചിന്തകളെല്ലാം ഒന്നൊന്നായി തല ഉയർത്തുന്നത്. ഇന്നത്തെ ദിവസം ശരിയായിരുന്നോ? ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചോ? എൻ്റെ ജീവിതം എവിടേക്കാണ് പോകുന്നത്? നാളെ എന്താകും? ഇവിടെയാണ് ഉറങ്ങും മുൻപ് ഭഗവാൻ മഹാദേവൻ്റെ ഓർമ്മ വളരെ ശക്തിയുള്ളതായി മാറുന്നത്. മഹാദേവനെ ഓർക്കണം എന്നത് ഒരു കർമ്മമല്ല, അതൊരു നിയമമല്ല, ആരെയും നിർബന്ധിക്കുന്നുമില്ല. അതൊരാശ്വാസമാണ്. പല ഹൃദയങ്ങളും അനുഭവിക്കുന്ന ഒരു അനുഭവം. നമ്മൾ ശിവനെ ഓർക്കുമ്പോൾ അവനോട് എന്തെങ്കിലും ചോദിക്കണമെന്നില്ല. പലർക്കും തോന്നും പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ ഓർക്കാവൂ എന്ന്. പലരും അങ്ങനെയാണ്. പക്ഷേ ഭഗവാൻ മഹാദേവൻ അങ്ങനെയല്ല. നമ്മൾ സംസാരിക്കാത്തപ്പോഴും നമ്മളെ കേൾക്കുന്നവനാണ് ഭഗവാൻ. ഉറങ്ങും മുൻപ് നമ്മൾ ഏറ്റവും സത്യസന്ധരായിരിക്കും. അവിടെ അഭിനയമില്ല, അവിടെ വലിയ വാക്കുകളില്ല, അവിടെ പ്രാർത്ഥനയുടെ ശബ്ദങ്ങളില്ല. അവിടെ ഒരു നിശ്വാസം മാത്രമേ ഉണ്ടാവൂ. അതാരാണ്? അത് തന്നെയാണ് ഈ പ്രപഞ്ചശക്തി, അത് തന്നെയാണ് ഈ പ്രാണൻ, അത് തന്നെയാണ് മഹാദേവൻ. നമ്മൾ പലപ്പോഴും ദിവസം മുഴുവൻ ജീവിതത്തോട് പല രീതിയിൽ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോറ്റുപോകും. പക്ഷേ ഉറങ്ങും മുൻപ് എല്ലാ ജയപരാജയങ്ങളും ഒരുപോലെയാണ് തോന്നുന്നത്. അവിടെ നമ്മൾ വെറും ഒരു മനുഷ്യൻ മാത്രമാണ്. അപ്പോൾ മനസ്സിൽ ഭഗവാൻ മഹാദേവനെ, ഈ പ്രപഞ്ചനാഥനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു വിചിത്രമായ ശാന്തി പതിയെ ഇറങ്ങാൻ തുടങ്ങും. പ്രശ്നങ്ങൾ മാറിയെന്ന് തോന്നില്ല, ജീവിതം ശരിയായെന്ന് തോന്നില്ല. പക്ഷേ മനസ്സ് കൂടുതൽ ഭാരമില്ലാതെ ഉറങ്ങാൻ തയ്യാറാകും. ശിവൻ എന്തുകൊണ്ട് നിശബ്ദ ദൈവം ആണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവൻ ഉപദേശം പറയുന്നില്ല, ആരെയും ഭീഷണിപ്പെടുത്തുന്നില്ല, ആർക്കും വാഗ്ദാനം കൊടുക്കുന്നില്ല. അവൻ നമ്മൾ പറയുന്നതിന് ഇടം നൽകുന്നു. ഉറങ്ങും മുൻപ് നമ്മൾ ആരോടാണ് നമ്മുടെ മുഴുവൻ സത്യം പറയാൻ കഴിയുക? സുഹൃത്തിനോട് പോലും പറയാൻ പറ്റില്ല. കുടുംബത്തോട് പോലും ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കേണ്ടി വരും. പക്ഷേ ശിവനോടൊന്നും മറയ്ക്കേണ്ട ആവശ്യമില്ല. അവനോട് ഇങ്ങനെ പറയാം: എൻ്റെ ഭഗവാനെ, മഹാദേവ, ഇന്നത്തെ ദിവസം എനിക്ക് കഠിനമായിരുന്നു. അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഒരാളെ വേദനിപ്പിച്ചു. എനിക്കതിൻ്റെ ഭാരം ഇറക്കി വയ്ക്കണം. എനിക്കതിൻ്റെ ഭാരമുണ്ട്. അല്ലെങ്കിൽ ഒന്നും പറയാതെയും മഹാദേവനെ ഓർക്കാം. അതുതന്നെ ഒരു പ്രാർത്ഥനയാണ്. ഉറങ്ങും മുൻപ് ഭഗവാനെ ഓർക്കുന്ന ശീലം പതിയെ നമ്മളെ മാറ്റും. പകൽ നമ്മൾ കോപം പിടിക്കുന്നിടത്ത് ഒന്ന് നിൽക്കാൻ പഠിക്കും. ആ കോപത്തിനെ ഒന്ന് നിയന്ത്രിക്കാൻ പഠിക്കും. വേദനിപ്പിക്കാൻ ഇരുന്ന ആ ഒരു സന്ദർഭങ്ങളിൽ ഒന്ന് ചിന്തിക്കാൻ പഠിക്കും. കാരണം രാത്രിയിലെ ആ നിശബ്ദതയിൽ നമ്മൾ പറഞ്ഞ സത്യം നമ്മളെ തന്നെ കേൾക്കാൻ തുടങ്ങും. ശിവൻ ജീവിതം ഉടനെ മാറ്റുന്ന ദൈവമല്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ നമ്മളെക്കുറിച്ചുള്ള അവബോധം കൂട്ടുന്ന ഒരു ദൈവമാണ് ഭഗവാൻ മഹാദേവൻ. അതിനാലാണ് ഉറങ്ങും മുൻപ് ഭഗവാനെ ഓർക്കുന്നത് വളരെ ശക്തിയുള്ളതാണ്. ചിലർ ചോദിക്കും, എന്തെങ്കിലും മന്ത്രം ചൊല്ലണോ? ഭഗവാന് മന്ത്രം വേണ്ട. ഓം നമഃശിവായ പറഞ്ഞാൽ ഏറ്റവും നന്ന്. ചില സന്ദർഭങ്ങളിൽ ആ മന്ത്രം പോലും പറയാതിരുന്നാലും ഭഗവാൻ അതെല്ലാം സ്വീകരിക്കും നമ്മുടെ ചിന്തകളിലൂടെ. ഒരു വരി മതി: എൻ്റെ ഭഗവാനെ, എൻ്റെ ശിവനെ. അതൊരു കുട്ടി അമ്മയെ വിളിക്കുന്ന പോലെ അങ്ങനെ വേണം വിളിക്കാൻ. അവിടെ ഭക്തി പഠിച്ചിട്ടില്ല, ആത്മീയതയെപ്പറ്റി ഒന്നും അറിയില്ല, മന്ത്രോച്ചാരണങ്ങൾ അറിയില്ല, ആഗമപൂജാവിധികൾ അറിയില്ല. അവിടെ ബന്ധം മാത്രമേ ഉള്ളൂ. ഉറങ്ങും മുൻപ് ഭഗവാന്റെ ഓർമ്മ നമ്മളെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് വെറുമൊരു ഉറക്കമല്ല, അത് മനസ്സിൻ്റെ വിശ്രമമാണ്. അടുത്ത ദിവസം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ പ്രശ്നങ്ങൾ അതേപോലെ തന്നെയായിരിക്കാം. പക്ഷേ നമ്മൾ അവയെ നേരിടുന്ന വിധം മാറിയിരിക്കും.
നമ്മളതിനെ നോക്കിക്കാണുന്ന കാഴ്ചപ്പാടുകൾ മാറും. ഇതാണ് ഭഗവാന്റെ പ്രവർത്തനം, മൗനത്തിൽ മാറുന്ന പ്രവർത്തനം. ഇന്നേക്ക് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫോണൊന്ന് മാറ്റിവെച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് ഒരു നിമിഷം കണ്ണടച്ച് ഒന്നും ചോദിക്കണ്ട, ഒരേ ഒരു ചിന്ത മതി, ഭഗവാനുണ്ട്. ആ ഒരു അടിയുറച്ച വിശ്വാസം മാത്രം മതി. ഇതോടെ നിങ്ങളുടെ ഉറക്കം, എല്ലാ ദിവസത്തെയും ഉറക്കം ഒരു പ്രാർത്ഥനയായി മാറും.